ജനൻ ടി വിയുടെ സത്യത്തിൽ അതിൻ്റെ അത്ഭുതപൂർവമായ വളർച്ചയാണ് കേരളത്തിൽ ഇപ്പോൾ ജനൻ ടി വി അത് അനുഭവിക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും നല്ല ഒരു വസന്തകാലത്തേക്കുള്ള യാത്രയുടെ ഏറ്റവും സമോഹനമായ ഒരു മുഹൂർത്തമെന്ന് വേണമെങ്കിൽ തീർച്ചയായും പറയാവുന്നതാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു വിഷയം, ഒരു ചാനൽ എന്തുകൊണ്ട് പുത്തനായി ആരംഭിക്കുന്നു എന്നതാണ്. ഒരു ചാനൽ എന്തുകൊണ്ടാണ് പുത്തനായിട്ട് ആരംഭിക്കുന്നത്? ഒരു ചാനൽ ആരംഭിക്കുന്നതിനുള്ള പ്രത്യേകമായും വ്യക്തവുമായിരിക്കുന്ന ഒരു കാരണം അതിന് വളരെ വ്യക്തവും ശക്തവുമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് എന്നതാണ്. ഈ രാഷ്ട്രീയ നിലപാട് ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം അതിൽ പരമാവധി അത് ജനാധിപത്യത്തിൻ്റെ പക്ഷം നിൽക്കുക എന്ന് മാത്രമാണ്. പരമാവധി ജനാധിപത്യത്തിൻ്റെ പക്ഷം നിൽക്കാൻ സ്വമേധയാ സന്നദ്ധമായി തീരുന്ന ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ടാവുക. ആ കൂട്ടായ്മയിലൂടെ വാർത്തകൾ, അനുഭവങ്ങൾ, നിരീക്ഷണങ്ങൾ, വിശകലനങ്ങൾ ഇത് വളരെ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോൾ അതുണ്ടാക്കിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു 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 ഗുണമെന്ന് പറയുന്നത് മനുഷ്യൻ ഇന്നലെ വരെ ആലോചിച്ചിരുന്ന അല്ലെങ്കിൽ സാമ്പ്രദായികമായി നമ്മൾ ആലോചിച്ചിരിക്കുന്ന ആലോചനയുടെ മേഖലയിൽ നിന്ന് തികച്ചും വഴിമാറി അല്ലെങ്കിൽ തെന്നിമാറി ഒരു പുതിയ ആലോചനയുടെ ദിശയിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു സഞ്ചാരപഥത്തിനുണ്ടായിരിക്കുന്ന വഴി വെട്ടിത്തരുന്നു എന്നതാണ്. ഇങ്ങനെ വഴി വെട്ടുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിനകത്ത് ഇഷ്ടംപോലെ ദൃശ്യമാധ്യമങ്ങളുണ്ട്, പ്രഗത്ഭരായെന്ന് പറയാവുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. പക്ഷേ ജനം ടി വി എന്ന് പറയുന്ന ഈ ചാനൽ വളരെ എന്താ പറയുക സൂക്ഷ്മമായി അത് വ്യതിരിക്തമായി നിൽക്കുന്നത്, മാറി നിൽക്കുന്നത്, പക്ഷേ അതുമാത്രമല്ല അത് ആങ്കർ ചെയ്യുന്നത് തീർത്തും ജനാധിപത്യത്തിൻ്റെ പക്ഷത്താണ്. ഈ ജനാധിപത്യത്തിൻ്റെ പക്ഷത്താണെന്ന് പറയുമ്പോൾ പലപ്പോഴും ചിലർ സംശയിക്കുന്നവരുണ്ടാവും. ഈ സംശയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം യഥാർത്ഥത്തിൽ നിങ്ങൾ ജനാധിപത്യ വിരുദ്ധതയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നതുകൊണ്ടാണ്, മറ്റൊന്നുകൊണ്ടല്ല. അത് നിങ്ങൾ ജനാധിപത്യ വിരുദ്ധതയുടെ പക്ഷത്ത് നിൽക്കുന്നു. ഈ ജനാധിപത്യ വിരുദ്ധതയുടെ പക്ഷത്ത് നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും അതിലൊന്ന് ഏറ്റവും പരമപ്രധാനമായ ഘടകം ഒന്ന് അറിവില്ലായ്മയാണ്. ആക്ഷേപിക്കുന്നതല്ലേ അറിവില്ലായ്മയാണ്. രണ്ടാമത്തെ വിഷയം അതിനെ കുറെ കൂടി സുതാര്യമായി, കുറെ കൂടി ജനാധിപത്യപരമായി മനസ്സിലാക്കാൻ നമുക്ക് വൈമനസ്യം ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഈ രണ്ട് ഘടകങ്ങളും നമ്മൾ ചേർത്ത് നിർത്തുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ സന്നിവേശിപ്പിക്കുന്നത് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യത്തിനത് വിധേയമാക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ്. ഈ രാഷ്ട്രീയത്തിന് വിധേയമാക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും തെന്നുമാറി നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ നിങ്ങൾ ശീലിക്കുമ്പോഴാണ് നിങ്ങൾ വാസ്തവത്തിൽ ഒരു ജനാധിപത്യത്തിൻ്റെ പക്ഷം ചേരുന്ന ഒരാളായി മാറുന്നത്. ഈ ജനാധിപത്യത്തിൻ്റെ പക്ഷം ചേരുന്ന ഒരാളായി മാറുന്നു എന്നുള്ള സന്ദേശം കൊടുത്തത് കൊണ്ട് തന്നെ ഈ നമ്മുടെ വർത്തമാനകാല കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ജനാധിപത്യപരമായിരിക്കുന്ന ധ്വംസനങ്ങൾക്കെതിരായി സംസാരിക്കുന്നതിൽ അചഞ്ചലമായ കൂറോട് വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്നതിൽ ജനം ടി വി കാണിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു നിശ്ചയദാർഢ്യം അത് തീർച്ചയായും നിസ്തുലമാണ്. അത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും ഭീകരമായ ഒരുപാട് രാഷ്ട്രീയമായും വ്യക്തിപരമായും നേരിട്ടിരിക്കുന്ന ഒരു സംഘടനയെ പ്രതിനിധീകരിച്ച് വന്നിട്ട് ഒരാളായിരുന്നു ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ ഉള്ളിൽ തട്ടിയിട്ട് എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഈ ജനം ടി വിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളായി ഞാൻ മനസ്സിലാക്കുന്ന മിസ്റ്റർ അനിൽ നമ്പ്യാർ. ഈ അനിൽ നമ്പ്യാറാണ് എന്നെ ജനം ടി വിയിൽ ആദ്യമായി മറുപടി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് ജീവിതത്തിൽ ആദ്യമായി ഞാൻ പങ്കെടുക്കുന്നതാണ്. ഏതാണ്ട് 1 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിലൂടെയാണ് ഒരു പൊതുജനങ്ങളോട് പറയാൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തലയിൽ സൂക്ഷിച്ചിരിക്കുന്ന വളരെ കൃത്യവും സത്യബന്ധവുമായിരിക്കുന്ന ഒരു സംഭവത്തെ കെട്ടഴിച്ചു വിടുന്നത്. ഈ കെട്ടഴിച്ച് വിടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഒരു എന്താ പറയുക അതിന് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിന് തൊട്ട് പുറകെ വരാവുന്ന കമൻറ്റുകളാണ്. ഈ കമൻറ്റുകൾ വരുമ്പോഴാണ് നാം ശരിക്കും തിരിച്ചറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ആളുകൾ എല്ലാവരും പറയും ഈ ജനം ടി വി കാണുന്നത് മുഴുവൻ തന്നെ ആ പാർട്ടിയുമായി ബന്ധമുള്ളവരാണ്. അങ്ങേയറ്റം അസംബന്ധമായ തെറ്റായ ധാരണയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ചാനൽ കാണുന്നത് സത്യത്തിൽ ഇതിന് ഏറ്റവും വലിയ വിമർശകന്മാരായിരിക്കുന്ന ആളുകളാണ് ഈ ചാനൽ കാണേണ്ടി വരുന്നത് എന്നാണ്. കാണേണ്ടി വരുന്നത് എന്നാണ്. ഇവരെന്തുകൊണ്ട് ഇത് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിലുള്ള ഉത്തരവും ആദിമധ്യാന്തമായിരിക്കുന്ന ഏക ഉത്തരവും എന്താണെന്ന് പറഞ്ഞാൽ ഈ ചാനൽ വളരെ കൃത്യമായി ജനാധിപത്യത്തിൻ്റെ പക്ഷം നിന്ന് സംസാരിക്കുന്നു എന്നതാണ്. ഇനി രണ്ടാമതായി വരുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഏതെല്ലാം വിഷയങ്ങളാണ് അഡ്രസ്സ് ചെയ്യുന്നതിലാണ്. ജനാധിപത്യത്തിൻ്റെ പക്ഷം മാത്രമായി അവിടെ നിർത്തുമ്പോൾ തന്നെയും ഇതേതൊക്കെ വിഷയത്തെ ഇത് അഡ്രസ്സ് ചെയ്യുന്നതിലാണ്. അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് പരമപ്രധാനമായി സർവതല സ്പർശിയായിരിക്കുന്ന മേഖലകളിലേക്ക് ഇത് കടന്നു ചെല്ലുന്നു എന്നതാണ്. ഒരു തവണ അനിൽ നമ്പ്യാറുമായിട്ടുള്ള ഇതേപോലെ ഉണ്ടാക്കിയ ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് അനിൽ നമ്പ്യാറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
സാധാരണയിൽ ഒരു പത്രക്കാരും ചോദിക്കാതിരിക്കുന്ന, ഒരു ഇന്റർവ്യൂവറും ചോദിക്കാതിരിക്കുന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയുന്നത്. സത്യത്തിൽ അതൊരു വലിയ ഓപ്പണിംഗ് ആണ് ആ സംഭവം. അപ്പൊ അത്തരമൊരു ചോദ്യം ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകുന്ന ഒരു അവതാരകൻ ഉണ്ടായിത്തീരുക. ആ അവതാരകനാണ് വാസ്തവത്തിൽ ഒരു ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിച്ചമെന്ന് മാത്രമല്ല, അത് അകലെ കാണുന്ന ആളുകൾക്ക് പോലും സഞ്ചരിക്കാനുള്ള വഴികാട്ടിയായി തീരാവുന്ന ഒരു അരണ്ട വെളിച്ചത്തെ ഒരു പ്രകാശമാനമായ അവസ്ഥയിലേക്ക് നടത്തിപ്പിക്കാനുള്ള ബോധപൂർവമായ രാഷ്ട്രീയമായിരിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ഒരു ചാനൽ അത് ധന്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നു. അത്തരം ഒരു ധന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് തന്നെ ഇനിയും കുറെ കൂടി വളരെ വിശാലമായ ഒരു അർത്ഥത്തിലേക്ക് ഇത് കടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിനകത്ത് ഏതാണ്ട് അനുദിനം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ ഫാസിസ്റ്റ് ഭീകരതയുടെ കുറെ കൂടി ആഴത്തെ അത് വിശകലനം ചെയ്യുകയും അത് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഏറ്റവും കറക്റ്റായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദർഭം ഈ ഇന്ത്യക്കകത്ത് നേരത്തെ അത് വന്നു കഴിഞ്ഞു. പക്ഷെ കേരളത്തിൽ അത് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ബഹുമാനനായിരിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ രാംകുമാർ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന വിഷയങ്ങളെ കൂടി എടുത്തുകൊണ്ട് ഗൗരവമേറിയിരിക്കുന്ന അത്തരം വിഷയങ്ങൾ, മറ്റതെല്ലാത്തിനും ഗൗരവങ്ങളാണ്, പക്ഷെ ഇത്തരത്തിലുള്ള ഗൗരവപരമായിരിക്കുന്ന വിഷയങ്ങൾ കൂടി എടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, നമ്മുടെ ഈ പറയാവുന്ന നമ്മൾ സാമ്പ്രദായികമായി പറഞ്ഞു വരാവുന്ന കുറേ കുറേ പൊയ്വടികളുണ്ട്. അത്തരം പൊയ്വടികൾക്കപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ഉള്ളിൽ തട്ടി ഒരു കാര്യത്തെ വിശകലനം ചെയ്യുക. ഈ വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്കൊരു കാര്യം ബോധ്യപ്പെടുത്തുക. നാം ഇന്നലെ വരെ ധരിച്ചു വച്ചിരിക്കുന്ന പലതും എന്തായിരുന്നു? അന്ധബോധ്യങ്ങളായിരുന്നു. ഈ അന്ധബോധ്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരു വെളിച്ചം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സംവാദത്തിന്റെ മേഖലയിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പം നേരത്തെ എൻ്റെ സുഹൃത്തും കൂടി ആയിരിക്കുന്ന അഡ്വക്കേറ്റ് അസ്കർ അത് വളരെ ഇതായിട്ട് അസ്കർ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സംവാദത്തിന്റെ മേഖലയിലേക്ക് കടക്കാനുള്ള ജനാധിപത്യത്തിന്റെ വേദിയെ ഇത്ര മനോഹരമായി തുറന്നിരിക്കുന്ന ഒരു ചാനൽ കേരളത്തിൽ മറ്റൊരു ചാനലും ഇല്ല എന്ന് എൻ്റെ വളരെ പരിമിതമായിരിക്കുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. അതോടൊപ്പം തന്നെ സത്യത്തിൽ എവിടെയാണ് ജനാധിപത്യം നഷ്ടമാകുന്നത്, ആ നഷ്ടമാകുന്ന സ്ഥലത്ത് വളരെ കൃത്യമായി ഒരു ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു പോരാളിയെ പോലെ, ഒരു പടയാളിയെ പോലെ, അതിനേക്കാൾ അപ്പുറത്ത് ഒരു തേരാളിയായി ഉയർന്നു വരാനുള്ള രാഷ്ട്രീയവും ബൗദ്ധികവുമായിരിക്കുന്ന സാഹചര്യങ്ങൾ പൊതുസമൂഹത്തിൽ നിർമ്മിക്കുന്നതിൽ ജനം TV നിസ്തുലമായ പങ്ക് ഇതുവരെ വഹിച്ചിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഇനിയും വഹിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.